ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇതിനകത്ത് കിടക്കുന്നതിന് മുമ്പ് ബൈബിൾ ഒന്ന് എടുക്കാം. നമുക്ക് ഒന്ന് രണ്ട് വചനങ്ങൾ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് വചനങ്ങൾ എടുത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് വായിച്ചിട്ട് ഒരു കുഞ്ഞു കാര്യം ഒന്ന് ചിന്തിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. ബൈബിൾ എടുക്കാം. 95-ാമത്തെ സങ്കീർത്തനം സങ്കീർത്തനം മുഴുവനായിട്ട് നമ്മൾ വായിക്കല്ല. ഒന്ന് രണ്ട് വചനങ്ങൾ അച്ഛൻ പറയുന്നത് നിങ്ങളൊന്ന് ഒരുമിച്ച് കൂടെ ഒന്ന് എടുക്കണം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യണം. 95-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം, Psalm 95:2. വചനം ഇങ്ങനെ വായിക്കാം: കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ഈശോയുടെ അടുത്തേക്ക് നമ്മൾ എങ്ങനെ ചെല്ലണം എന്ന് സങ്കീർത്തനം പറയുക. കൃതജ്ഞതാ സ്തോത്രത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക. ആദ്യത്തെ വചനം വായിച്ചപ്പോഴേ നിങ്ങൾക്ക് പിടികിട്ടി കാണും നമ്മൾ എന്താ ഇന്ന് പറയാൻ പോകുന്നത്. മറ്റൊരു വചനം എടുത്തോ, സങ്കീർത്തനം 100 അതിൻ്റെ 4-ാമത്തെ വാക്യം, Psalm 100:4. 100-ാം സങ്കീർത്തനം 4-ാം വാക്യം ഇപ്പോൾ വായിച്ചതിൻ്റെ ഒരു സിമിലർ അർത്ഥം വരുന്ന വചനമാണ്. ഒരുമിച്ച് വായിക്കാം. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. ഈശോയുടെ അടുത്തേക്ക് എങ്ങനെ ചെല്ലണമെന്ന് വീണ്ടും പറയുക. ഒന്ന്, കൃതജ്ഞതാസ്തോത്രത്തോടെ ചെല്ലുക, സ്തുതികൾ ആലപിച്ചുകൊണ്ട് ചൊല്ലുക, നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക. ഒരു വചനോടെ വായിച്ചു. 103-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടെ നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. ഈ 3 സങ്കീർത്തന വചനങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം പിടികിട്ടിയില്ലേ? ഈശോ ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ എന്നോടും നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈശോയുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നന്ദി പറയുക എന്നുള്ളൊരു തീമാണ് നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് പിടികിട്ടുക. ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക. ഈശോയുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്താണെന്നറിയോ? ഈസി റൂട്ട്, നന്ദി പറയുക. ഇന്ന് രാത്രി നന്ദി പറയുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈശോയുടെ അടുത്തായിരിക്കുക, ഈശോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഈശോയുടെ അടുത്തേക്ക് ഏറ്റവും ചേർന്ന് നിൽക്കാനുള്ള ഒരു വഴി നന്ദി പറയുക എന്നുള്ളതാണ്. അതാണ് ഈ 3 സങ്കീർത്തന വചനങ്ങൾ പറയുക, കർത്താവിൻ്റെ അടുത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചെല്ലാൻ വേണ്ടി. അതുകൊണ്ടല്ലേ നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലീഹായും ഇങ്ങനൊരു കാര്യം പറയും. 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്യം, 1 Thessalonians 5:18, പൗലോസ്ലീഹ പറയാണ്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. നിങ്ങൾ ഓർത്തെ, ഇന്ന് ഈ ദിവസം നമുക്ക് നന്ദി യൂഷ്വലി നമ്മൾ എപ്പോഴാണ് പറയണേ? എന്തെങ്കിലുമൊക്കെ നല്ലതൊക്കെ നടക്കുമ്പോൾ അല്ലേ? നമുക്ക് ആരെങ്കിലുമൊക്കെ നല്ലതൊക്കെ ചെയ്തു തരുമ്പോൾ ഒക്കെ നമ്മൾ താങ്ക് യു പറയും. ഇന്ന് പക്ഷേ എല്ലാം നല്ലതൊന്നും ആയിരിക്കില്ല നടന്നത്. പക്ഷെ പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്, നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാനല്ല, ഫോർ എവറിത്തിങ്, എല്ലാ കാര്യത്തിനും നന്ദി പറയുക. കുറച്ച് കാര്യങ്ങൾ നല്ലത് നടന്നു, ഓക്കെ കർത്താവേ നന്ദി, നോ, എല്ലാ കാര്യത്തിനും നന്ദി പറയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് നന്ദി പറയാൻ വേണ്ടിയിട്ടായിട്ട് ഒന്നും ചിലപ്പോൾ സംഭവിച്ചായിട്ട് ഒന്നുമില്ലല്ലോ കർത്താവേ എന്ന് ഓർക്കുന്ന ആൾക്കാരുണ്ടാവും. ഒത്തിരി സങ്കടങ്ങൾ, ഇന്ന് നന്മയൊക്കെ സംഭവിച്ചു, പക്ഷേ ആ നന്മയുടെ ഭംഗി മുഴുവൻ കളയുന്ന വലിയ സങ്കടം ഇന്ന് വന്നിട്ടുണ്ടാകും. പൗലോസ്ലീഹ പറയാണ്, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ നന്ദി പ്രകാശിപ്പിച്ചാൽ എന്നാ സംഭവിക്കുന്നറിയോ? ഈ സങ്കടത്തിൽ, ഈ വിഷമത്തിൽ, ഇന്നുണ്ടായ വലിയൊരു ദുരന്ത അനുഭവത്തിൽ ചിലപ്പോൾ ഒറ്റ ആൾ പോലും നിങ്ങളുടെ കൂടെ നിന്നില്ല, സഹായിച്ചില്ല, ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല, ഒരാളുടെ പ്രസൻസ്, കർത്താവെ ആരിലൊക്കെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ എങ്കിലും വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ട് കാണും. നിങ്ങൾക്ക് ഈശോയുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു വഴിയാണ്, ഇല്ലെങ്കിൽ ഈശോയുടെ സാമീപ്യം ഇന്നുണ്ടായ സങ്കടത്തിനിടയിൽ കിട്ടാനുള്ള വലിയൊരു വഴിയാണ് ഇപ്പം നന്ദി പറഞ്ഞോളുക. കർത്താവെ ഇന്ന് സങ്കടം ഉണ്ടായി, ഐ താങ്ക് യു. ഇന്ന് അവരെന്നെ തെറ്റിദ്ധരിച്ചു, കുഴപ്പമില്ലെന്നല്ല, കുഴപ്പമുണ്ട്, ബട്ട് താങ്ക് യു. ഇന്ന് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, താങ്ക് യു. ഈശോ, എനിക്കിന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല, ലാസ്റ്റ് ഇതേ കിടന്നുറങ്ങുമ്പോൾ ഒരു ടോക്കൊക്കെ കേട്ടിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു, താങ്ക് യു. എല്ലാ കാര്യത്തിനും നന്ദി പറയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്ക്, നമ്മുടെ മെയ് മാസം പകുതിയോളം കടന്നുപോയി. ഈ ഒരു മാസക്കാലം തന്നെ ഈശോ എന്തോരം നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി എന്തോരം സംസാരിച്ചു. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ മാതാവിനോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയുക. മറിയം ദൈവസന്നിധിയിൽ ഇങ്ങനെ നന്ദി പറയുന്നില്ലേ? സ്തോത്രഗീതം ആലപിക്കുമ്പോൾ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ വായിച്ച സങ്കീർത്തന ഭാഗങ്ങളെല്ലാം അതൊറ്റ വാക്കിലേക്ക് ഇങ്ങ് ഒന്ന് ചേർക്കാൻ പറ്റുമെങ്കിൽ മറിയം നമ്മുടെ മുമ്പിൽ ഒരു വലിയ മാതൃക കാണിക്കുകയാണ്. എൻ്റെ ആത്മാവ്, ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. നാളെ കൂടുതൽ കൂടുതൽ നന്ദി പറയാനുള്ള അനുഗ്രഹങ്ങൾ ഈശോ തരട്ടെ. ഈ ഒരു മാസക്കാലം, ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഒരുപാട് സന്തോഷം കൊണ്ട് ഈശോ നിറയ്ക്കട്ടെ. സങ്കടങ്ങൾ വന്നേക്കാം ഉറപ്പായിട്ടും, പക്ഷേ ആ സങ്കടങ്ങൾ വരുമ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തുക, നന്ദി പറയുക. അത് നിനക്ക് ഈശോയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.